തിരമാലകളൊക്കെ അടിച്ചിടാട്ടോ രക്ഷയില്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഭയങ്കര മോശം വെതറാട്ടോ. നമ്മുടെ ആ ക്രീക്ക് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ ഒരു 3 മണി മുതൽ ഭയങ്കര ചെറിയ കപ്പലും കൂടിയല്ലേ, നല്ല അടിക്കുന്നുണ്ട്. കൂടിയുള്ള അവൻ ഫുൾ ഓഫായി കിടക്കുകയാണ്. അവൻ ഛർദ്ദിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട്. നമ്മുടെ സൗത്ത് അറ്റ്ലാന്റിക്കും സൗത്ത് പസഫിക്കും ഒന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു കടൽ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 600 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഉഷുവായെന്ന് ഈ പറഞ്ഞ ഷെൽട്ടർ ഐലൻഡിലേക്ക്. ആ ഒരു 600 കിലോമീറ്റർ ശരിക്കും അതിൽ 3/4 ഭാഗത്തോളം ഈ ഒരു റഫ് സീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോർണിംഗ് സെക്ഷനൊക്കെ ഭയങ്കര മോശമാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പതുക്കെയാണ് കപ്പൽ പോണത്. നമ്മൾ വിചാരിച്ച സ്പീഡിലൊന്നും പോകണില്ല. അടിക്കുന്നു, നല്ല അടിക്കുന്നുണ്ട്. നമ്മുടെ സൈഡിലാണ് തിരമാല വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങണു. ആകാശം മുട്ടുന്ന തീരുമാനങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് തുടങ്ങുന്നു. അന്റാർട്ടിക്കൻ എക്സ്പെഡീഷൻ്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ മറക്കാൻ മറക്കരുത്. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ ആടി ഒടിഞ്ഞ് നമ്മൾ പോവാട്ടോ. രാവിലെ 8:30 കഴിഞ്ഞിട്ട് നമ്മൾ ഇൻട്രോ എടുത്തു. പക്ഷെ ഒരു കിടപ്പൂണ് കിടന്നിട്ട് 11:30 കഴിഞ്ഞിട്ടാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടു. 11:30 എണീറ്റപ്പോൾ ഭയങ്കര മന്നതയാണ് നമുക്ക്. ശരിക്കും ഭയങ്കര റഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വേറെ റേഞ്ച് റഫായിരിക്കും. രാവിലെ ഒരു ഇൻട്രോ എടുത്തു, പിന്നെ ആ ഒരു കിടപ്പ് കിടന്ന് ഓർമ്മയുള്ളൂ. കൂടുതലാണ് എണീറ്റിട്ട് തന്നെ ഇല്ല ഇതുവരെ. ഭയങ്കര സീനാണ്. കടല് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കട്ടാ. നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള മൂട് പിടിക്കാം. എല്ലാവരും അവിടെ നിന്ന് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ ടൈം ആയി തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് വരെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആരും വന്നിട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അതിനെ കഴിക്കാം. പാസ്ത, റൈസ് ഒക്കെ ഉണ്ടല്ലോ. Is going to be lunch time? There's in deck 4 which you do the breakfast, there's a lunch as well. അവർ ലഞ്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയണേ. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വെതർ കാണിച്ചു തരാട്ടോ. വെതർ ആക്രമിച്ചുകൊണ്ടിരിക്കണേ. എല്ലാവരും പക്ഷികൾ വരുന്നുണ്ട്. പക്ഷികളെ ഫോട്ടോ എടുക്കാനായിട്ട് കണ്ടിട്ടാ. കടലിൻ്റെ കിടപ്പ് കണ്ടോ, കടലിൽ മറിയണട്ടാ. ഇപ്പൊ ഒത്തിരി ശാന്തമായിട്ട്. നേരത്തെ ഒന്നും തൊട്ടായിരുന്നു അറിയോ. കടലിൽ കുറച്ച് ശാന്തമായിട്ടാ. രാവിലെ കടുന്ന അടിക്കായിരുന്നു. സ്വിമ്മിംഗ് പൂളിലത്തെ വെള്ളമൊക്കെ പറ്റിച്ചിട്ടാ ഈ റഫ് വെതറായ കാരണം. സ്വിമ്മിംഗ് പൂളൊക്കെ വൈകിട്ട് ഓണാവളോ. രാവിലെ തന്നെ ഒരു ചെറിയ കോഫിയും അതുപോലെ സ്വീറ്റാണ് കേട്ടോ. രാവിലെ തന്നെ സ്വീറ്റ് അടിച്ച് കയറ്റാം. രാവിലെ ഉച്ചയായി. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് ലഞ്ച് കിട്ടും. നമുക്ക് ലഞ്ച് കഴിക്കാം. സീപ്പ് ഒന്ന് ശാന്തമായിട്ടാ. രാവിലെ എനിക്കും തല കറങ്ങി തുടങ്ങിയിട്ടാ. ഞാനാണെങ്കിൽ കോപ്പി ചെയ്യാനായിട്ട് ഇതിനിടയ്ക്ക് രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോപ്പി ചെയ്യാൻ ഇന്നലെ എടുത്ത വീഡിയോ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാനായിട്ട് കുറച്ച് നേരം ടാബും ഇരുന്നു. അതിരുന്ന വഴിക്ക് എൻ്റെ മൈൻഡ് പോയി. അങ്ങനെ ഒരു ഉറങ്ങിയിട്ട് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ ഇവിടെ 11:52 എന്തായാലും അന്റാർട്ടിക്കയിലേക്ക് നമുക്ക് നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയാണ് നമ്മൾ അന്റാർട്ടിക്കയിൽ എത്തടാ. ആ എത്തണ വരെയുള്ള യാത്ര അതൊരു എക്സൈറ്റ്മെന്റ് തന്നെയല്ലേ. അപ്പോൾ അന്റാർട്ടിക്കയിലേക്കുള്ള വഴി നമ്മളിത് തുറന്നു കഴിഞ്ഞു. അന്റാർട്ടിക്കയിലേക്ക് നമുക്ക് നാളെ വൈകിട്ടോടുകൂടി നമ്മൾ അന്റാർട്ടിക്കയിലെത്തും. അപ്പോൾ അതിനു മുമ്പ്
നമ്മൾ ഇത്രയ്ക്കും പൈസ കൊടുത്ത് വന്ന ഒരു ഷിപ്പല്ല, ഒരു യാത്രാ കപ്പലിനെ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് ശരിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഷിപ്പ് ടൂർ നടത്താൻ പോകുന്നത് നമ്മുടെ അന്റാർട്ടിക്കയിലേക്കുള്ള ഷിപ്പ്. നമ്മുടെ ഷിപ്പിന്റെ കാഴ്ചകളും ഈ ഷിപ്പിലത്തെ ഫുഡും സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകട്ടോ. Hotel director on board. HS Vega, and my name is Oliver Gomez. I'm the hotel director ഫ്രം India. I'm from India, from Calcutta. കൽക്കട്ട. നമുക്ക് ഇവിടുത്തെ മെയിൻ ഡയറക്ടർ ഇന്ത്യക്കാരനാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ. മെയിൻ ഡയറക്ടറും ഈവൻ ഐ സോ വൺ കുക്ക് ഓൾസോ, മെയിൻ കുക്ക് ഓൾസോ, എക്സിക്യൂട്ടീവ് ഷെഫും ഇന്ത്യക്കാരാണ്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യക്കാരായില്ലെന്ന് അഭിമാനിക്കാം കേട്ടോ. താങ്ക് യു സാർ. നമുക്കിത് നമ്മുടെ ലഞ്ച് റെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് തന്നെ മഷ്റൂം, വഴുതനങ്ങ, തക്കാളി, കക്ക, പിന്നെ സോസേജ്, പിന്നെ ബ്രെഡ് ഐറ്റംസുകളിൽ വെറൈറ്റി ബ്രെഡ് ഐറ്റംസുകൾ കേട്ടോ. ഹലോ പയറിൻ്റെ ഒരു സംഭവമുണ്ട്, പിന്നെ ഇലവർഗ്ഗങ്ങൾ, അങ്ങനെ വെറൈറ്റി. ഇവിടെ സലാഡിൻ്റെ സെക്ഷൻ. ഇവിടെ നമ്മൾ ഇന്നലെ കണ്ട പോലെ തന്നെ ഒലീവിൻ്റെ സംഭവങ്ങൾ, ഉണക്കമീൻ, പിന്നെ അതിൻ്റെയും ഇനിയും സലാഡുകൾ, ചീസ്, പിന്നെ നമ്മുടെ സോസേജ് കട്ട് ചെയ്തത്. ഇവിടെ കുറച്ച് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെയിൻ കോഴ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഫിഷ് വറുത്തത്, ഇത് സാൽമൺ ഫിഷ്. സാൽമൺ ഇല്ലാണ്ട് ഒരു ഗെയിമില്ല കേട്ടോ. ഗ്രിൽഡ് ഫിഷ് ഓഫ് ദി ഡേ എന്നാണ് കാണിക്കുന്നത് കേട്ടോ, ഗ്രിൽഡ് ഫിഷ്. നമുക്കിത് കഴിക്കാൻ പതുക്കെ ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ അതൊരു യെല്ലോ നിറത്തിലുള്ള റൈസ്, ഉരുളൻകിഴങ്ങ്, ഇതെന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. ചിക്കനാണെന്നുണ്ട്. ഇത് സെയിം ഇവിടെ അതിൻ്റെ ഡിറ്റ് നമുക്ക് ആൾക്കാർ കൂടുതലുള്ള കാരണം. പിന്നെ സ്വീറ്റുകൾ, ഫ്രൂട്ട്സുകൾ, കിവിയൊക്കെ വെറുതെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. കിവി, കാരമലുണ്ട്, അതുപോലെ ക്രമ്പിളുണ്ട്, പീച്ച് ക്രമ്പിൾ. അപ്പോൾ എന്തായാലും ഷിപ്പ് ടൂറായിട്ട് പതുക്കെ മൂവ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ലഞ്ച് കഴിക്കാട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് 4ാമത്തെ നിലയിലാണ്. മൊത്തം നമുക്ക് വിസിറ്റേഴ്സിന് പോകാനായിട്ടുള്ള അനുവാദം ഉള്ളത്. ഹലോ, അയ്യോ, അമ്മാമിക്ക് 66 വയസ്സായെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുമോ? അമ്മാമിക്ക് 66 വയസ്സായിട്ടാണ്. അപ്പോൾ 4ാമത്തെ നിലയിൽ നമ്മൾ കാണുന്നത് മെയിൻ ഡെക്ക്. നമ്മൾ താമസിക്കുന്നത് 4ാമത്തെ നിലയിലാണ്. ഇവിടെയാണ് റിസപ്ഷനൊക്കെ ആയിട്ട് വരുന്നത്. റിസപ്ഷനും വരുന്നത്, അതുപോലെ റൂമുകളൊക്കെ ഒരുപാട് അതിനുള്ളിലൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂം ഇതിലെ പോയിട്ട് ഇങ്ങനെ കയറി പോയി നമ്മുടെ റൂമായി. അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് തുടങ്ങാം. നമ്മൾ വന്ന് കയറി ഡെക്കാണ് നമ്മൾ കാണുന്നത്. അത് മെയിൻ ഡോറായിരുന്നു നമ്മൾ വരുമ്പോൾ. ഹലോ, ഇവിടെ ബേസ് ക്യാമ്പാണ് കേട്ടോ. ബേസ് ക്യാമ്പ് ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട്. ബേസ് ക്യാമ്പ്, ബ്യൂട്ടി സലൂൺ, ക്ലിനിക്ക്, എക്സ്പെഡീഷൻ ലാബ്, അതുപോലെ ലൈബ്രറി, റെസ്റ്റ് റൂം 3ാമത്തെ നിലയിൽ. അപ്പോൾ ബേസ് ക്യാമ്പിലേക്ക് നമുക്ക് പതുക്കെ മൂവ് ചെയ്യാം. ഇവിടെ എന്താണുള്ളത് നമുക്കറിയണ്ടേ. ടോയ്ലറ്റാണ് ആദ്യം കാണുന്നത്. ഇവിടെ ക്യാമ്പ് ചെയ്യാനായിട്ടുള്ളൊരു മൂടുണ്ട്. ഇവിടെ ആൾക്കാർക്ക് വേണമെങ്കിൽ വന്നിരിക്കാം, TV കാണാം. ഇത് നമ്മുടെ ബൂട്ട് സെക്ഷനാണ്. നമുക്ക് ബൂട്ടുകൾ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അന്റാർട്ടിക്കയിലേക്ക് ഇറങ്ങുമ്പോൾ ബൂട്ട് സെക്ഷൻ ആണെന്നുണ്ട് എൻ്റെ അറിവ്. നോക്കി നോക്കാം. അതെ അതാണ്ട ബൂട്ടുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ബൂട്ട് ഓരോ സൈസ്, ഓരോരുത്തർക്ക് സൈസുള്ള ബൂട്ടുകൾ. ഞാൻ 11 ഉണ്ടോയെന്ന് ചോദിച്ചു. 11 ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സൈസ് 11ആണ്. അപ്പോൾ അതായത് ലോക്കേഴ്സ്, നമുക്ക് എന്തെങ്കിലും ലോക്ക് ചെയ്തിട്ട് പോകണമെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്തിട്ട് പോകാം. ഇതിലെ അടിയിലേക്ക് പോകും തോറും എൻജിൻ റൂമായിട്ടത് അത്രയ്ക്കും വലിയൊരു ഷിപ്പല്ലല്ലോ. 110 മീറ്ററുള്ളൂ നമ്മുടെ കപ്പലിൻ്റെ നീളം. അപ്പോൾ അത്രയ്ക്കും വലിപ്പമുള്ളൂ നമ്മുടെ കപ്പലിന്. ഇവിടെയൊക്കെ ഒരു ക്യാബിൻ, ഇവിടെയൊക്കെ സ്റ്റോറേജ് ആട്ടോ. നമ്മുടെ ബൂട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ഡിസൈനൊക്കെ അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് തിരിച്ച് നടക്കണു 3ാം നിലയിൽ. പിന്നെ അടുത്ത കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണിക്കാം. ബ്യൂട്ടി സെക്ഷൻ കാണിക്കാം. ബ്യൂട്ടി സെക്ഷനിൽ ആൾക്കാരുണ്ട്. ബ്യൂട്ടി സലൂണുണ്ട്. ഹലോ. അപ്പോൾ നമ്മുടെ സലൂണിൽ അമ്മിച്ച് രാവിലെ തന്നെ മേക്കപ്പ് ഇടാനായിട്ട് വന്നിട്ടുണ്ട്. ദിസ് ഇസ് സലൂൺ സെക്ഷൻ. യുവർ നെയിം? Katia from Cuba. Cuba. Cheguare. Cheguare. In our place, Cheguare is famous. Yes. Your name? Intan. Indonesia. Indonesia. I was in Batam. Batam? Yeah. Yeah. I was in Near Singapore. Singapore. Yeah. Yes. Your name? June. June. Indonesia the same. Indonesia. Oh, nice. Mary. Mary from Florida. Florida, USA. What is inside? It's a cabin for massage. Massage. Kerala, beautiful. Beautiful. Did you go there? When? Where you go in Kerala? We rented a house where all the boats came by. Alappuzha. Cherry. Cherry Chin. Cherry Chinna. Munnar, you went Munnar? No.
We rented a house and then we went around. Yeah, Alappuzha. Yeah. Houseboats and all. Eat. No houseboat. Yeah. We had a house. You had a house. Yeah. Where it is? On the south side or north side? South side. South side. I think Varkala side. Where? Kollam, Tirundapuram, Alappuzha, Pathanamthitta, Kottayam, Maybe Ernakulam, Thornton. Thrissur. No. I don't remember. How many years back? 2012. 12. 6 weeks in India. Oh, nice. Melbourne. Thank you. This was my other thing on the list. Oh. India and Antarctica. Oh, nice. അപ്പോൾ മസാജ് ചെയ്യാൻ പറഞ്ഞ മിജി നമ്മുടെ കേരളത്തിൽ ഒന്ന് പൊരിച്ചിട്ടുണ്ടാ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറി എത്തിട്ടെ. നമ്മുടെ ലൈബ്രറി നമുക്ക് ആവശ്യമുള്ള ബുക്കുകളും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വായിക്കാം. എല്ലാ യാത്ര ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. വെയിൽസിനെ പറ്റി അറിയണമെങ്കിൽ വെയിൽസിനെ പറ്റി ഈ യാത്രയിൽ കൂടുതൽ നമുക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ ഇതിലുണ്ടാവും കേട്ടോ. അന്റാർട്ടിക്കൻ വാറാട്ടാ, വാറ് ഈ യാത്ര ഇല്ല കേട്ടോ. അങ്ങനെ വെറൈറ്റി ഒലിവർ സാക്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി. എന്തായാലും നമ്മുടെ സ്വപ്നത്തിൻ്റെ അടുത്ത സ്വപ്നമാണ് അലാസ്ക. അവിടുത്തെ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക് കൂടി ഉണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ അലാസ്ക എന്ന് ഇട്ടിരിക്കണേട്ടാ. എത്തും നമ്മൾ അവസാനത്തേക്ക് പോകണം. നമ്മുടെ അലാസ്ക നമ്മൾ ലാസ്റ്റ് അടിക്കലോടാ. നോർത്തേൺ ലൈറ്റ്സിനെ പറ്റിയിട്ടുള്ള ബുക്കുകൾ അങ്ങനെ വെറൈറ്റി ബുക്കുകളൊക്കെ ഉണ്ട് നമുക്ക് വായിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഈ ഒരു സിറ്റുവേഷനിൽ വായിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തലകറങ്ങി വീഴും. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ ഇവിടെ വന്ന് വരച്ച് വെച്ചാൽ നോക്കിയാണ് പടം വരയ്ക്കുന്ന ആൾക്കാരൊക്കെ പെൻഗിനെയും ക്ലാസ് ആയിട്ട് വരയ്ക്കുന്നുണ്ടോ അത് അങ്ങനെ ഒരു പടങ്ങളൊക്കെ വരച്ചത് ഇവിടെ നമുക്ക് കാണാം കേട്ടോ. പെൻഗിനും ഇതേപോലെ പക്ഷികളാണ്. നമ്മുടെ കപ്പലിൽ കൂടെ ഒരുപാട് പക്ഷികൾ പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ബ്യൂട്ടി സാലയും കണ്ടു. നമുക്ക് നേരെ മുകളിൽ കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ 5ാം നിലയിൽ വരുമ്പോൾ ഫുള്ള് റൂമുകളാണ്. ഇത് പ്രീമിയം റൂമുകളാണ്. ഇതിന് നമുക്ക് ബാൽക്കണി സെക്ഷൻ ഉണ്ട്. ഇതിന് സ്വല്പം എക്സ്പെൻസീവ് ആണ് കേട്ടോ. റൂമിന് തന്നെ നല്ല റേറ്റ് വരും. ഇത് 2 സൈഡും ഫുൾ ബാൽക്കണിയാണ്. 5ാം നില നമുക്ക് നമ്മുടെ ബോട്ടൊക്കെ വരുന്നത്, നമ്മൾ മറ്റേ എമർജൻസി ബോട്ടൊക്കെ വരുന്നത് ഇതാണ് കേട്ടോ. നോക്കിയാണ്ട നമ്മുടെ എമർജൻസി ബോട്ട് ഫുൾ കെട്ടി പൂട്ടി വെച്ചിരിക്കേണ്ട. അപ്പോൾ നമുക്ക് 6ാം നിലയിലേക്ക് പോകാം. 8 നിലകൾ വരെയാണ് നമുക്ക് ആക്സസ് ആയിട്ടുള്ളത്. 6ാം നിലയും ഈ പറഞ്ഞ പോലെ റൂമുകളാണ് കേട്ടോ. ഫുള്ള് റൂമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ 6th ഫ്ലോറിലാണ് നമുക്ക് ലക്ഷറി റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലക്ഷറി റൂം നമ്മുടെ റൂമിനേക്കാളും ഒരു പടി മുകളിലുള്ള റൂം നമുക്ക് കാണിക്കാം കേട്ടോ. നമ്മുടെ ബ്രസീലിയൻ ചേട്ടന്മാരാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഹലോ. ഹിയർ ബാൽക്കണി ഓൾസോ റൈറ്റ്. നമ്മുടെക്കാൾ സ്വല്പം കൂടിയും വലുപ്പമുണ്ട്. ഒപ്പം തന്നെ ബാൽക്കണി ഉണ്ട് ഇവിടെ. ചിന്തിക്കാൻ പറ്റുമോ? ഇതേപോലത്തെ ഒരു ബാൽക്കണി ഉണ്ടാവട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങള്. വെള്ളം അടിക്കുന്നില്ല ഇവിടെ. ഇപ്പൊ ഇത്തിരി റഫ് കുറഞ്ഞു. രാവിലത്തെ അഭ്യാസം ഉണ്ടല്ലോ. നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പാസേജ് നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജന്റീനയിൽ തുടങ്ങി നമ്മുടെ അന്റാർട്ടിക്കയുടെ ഇടയിലുള്ള ഒരു ഡ്രേക്ക് പാസേജ് ഉണ്ട്. അത് ഭയങ്കര മോസ്റ്റ് ഡേഞ്ചറസ് പാസേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഈ യാത്രയിൽ. ആ കടലിൽ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടില്ലേ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ നമ്മൾ കപ്പലുകൾ ഒരുപാട് പോയി ഒരുപാട് മിസ്സായെന്നൊക്കെ കേട്ടില്ലേ. അതേപോലെ അങ്ങനത്തെ ഒരു പാസേജാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള ഈ പാസേജ്. ഇത് ഭയങ്കര റഫായിരിക്കും. വർഷത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ദിവസങ്ങളിലും ഈ ഒരു കടൽ റഫായിരിക്കും. ഈ കടൽ കടക്കലാണ് ശരിക്കും അന്റാർട്ടിക്ക യാത്രയുടെ ഏറ്റവും വലിയ ഒരു പണി. നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് വരുമ്പോഴായാലും ഈ സെയിം പണി നമുക്ക് കിട്ടും. പക്ഷെ അത് കൂടുതൽ സമയം ഉണ്ടാവും. നമുക്കിതിപ്പോൾ 2 ദിവസം സഹിച്ചാൽ മതി. ഓസ്ട്രേലിയയിൽ നിന്ന് വരാണെങ്കിൽ നമുക്ക് 4-5 ദിവസം ഈ പറഞ്ഞ വേറെ കടലുകൾ ഒന്നിക്കണം. കാരണം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കടലുകൾ നമ്മൾ കിടക്കണ്ട അന്റാർട്ടിക്കയിൽ വരുമ്പോൾ. അപ്പോൾ ഏറ്റവും നല്ലത് സൗത്ത് അമേരിക്കയിൽ നിന്ന് പോകുന്നതാണ്. പക്ഷേ ചെറിയ കപ്പലാവും തോറും നമുക്ക് അടി കൂടുതൽ അടിച്ചു തുടങ്ങും. നമുക്ക് തലവേദന വരും, സീ സിക്നസ് വരും, ഒക്കെ വരും. വലിയ കപ്പലാണെങ്കിൽ നമുക്ക് എക്സ്പെഡീഷൻസ് അവിടെ കുറയും. പക്ഷെ കടൽ കിടക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, നമ്മൾ അറിയില്ല. പക്ഷെ ഇത് നന്നായിട്ട് അറിയുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഡ്രേക്ക് പാസേജ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് നാവികയുണ്ട്, സർ ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന് പറഞ്ഞുള്ള ഒരു നാവികൻ ഇവിടെ കുറെ എക്സ്പെഡീഷൻ നടത്തിയിട്ടുണ്ട്. ഈ കടലിൽ ഈ ക്രോസിങ്ങിന് ഒരുപാട് എക്സ്പെഡീഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കടലിനെ ഡ്രേക്ക് പാസേജ് എന്ന് പറയുന്നത്. ഈ ഡ്രേക്ക് പാസേജ് ക്രോസ് ചെയ്താണ് ശരിക്കും പണ്ട് കാലത്ത് എല്ലാ കപ്പലുകാരും വലിയൊരു വെല്ലുവിളി. നമ്മൾ പനാമ കനാലെന്ന് കേട്ടിട്ടുണ്ട്.
ഈ പനാമ കനാല് 1914 ബിൽഡ് ചെയ്തത്, അല്ലെങ്കിൽ 1914 ആക്റ്റീവ് ആയത്. അപ്പോൾ ഈ 1914 മുമ്പ് ഈ പനാമ കനാല് വരുന്നതിന് മുമ്പ് ഈ അറ്റ്ലാന്റിക്കിൽ നിന്ന് വരുന്ന എല്ലാ കപ്പലുകളും പസഫിക് ക്രോസ് ചെയ്യുന്ന ഒരു പാസേജ്, ഈ ഡ്രേക്ക് പാസേജ്. ഈ സ്ഥലത്ത് എത്തുമ്പോഴാണ് ഒരുപാട് കപ്പലുകൾ മുങ്ങി പോവുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ വലിയ നാവികന്മാരൊക്കെ ആഫ്രിക്ക കേപ്പോ കുറുവപ്പോ ക്രോസ് ചെയ്യുമ്പോൾ ഒരുപാട് കപ്പലുകൾ മിസ്സായി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. അതേപോലെ തന്നെ ഒരുപാട് കപ്പലുകൾ മിസ്സായിരുന്ന ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചരിത്ര പ്രാധാന്യം ഉണ്ട് ഈ സ്ഥലത്തിന്. ഒരുപാട് ആളുകൾ മരിച്ചിട്ടുള്ളതും ഒരുപാട് കപ്പലുകളൊക്കെ മുങ്ങിപ്പോയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 1914 മുമ്പ് ജപ്പാനിൽ നിന്നും ഏഷ്യയിൽ നിന്നൊക്കെ ആഫ്രിക്കയിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് നമ്മുടെ ന്യൂയോർക്ക് സൈഡിലേക്കൊക്കെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാസേജിന് അവർ വരുന്നുണ്ടായിരുന്നത്. അവർ വരുമ്പോൾ പസഫിക് ക്രോസ് ചെയ്ത് അറ്റ്ലാന്റിക്കിലേക്ക് കയറുന്ന ഈ ഒരു ക്രോസിങ് ഭയങ്കര ഡേഞ്ചറാണെന്നാണ് എല്ലാ ബുക്കുകളും നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ പനാമ കനാൽ വന്നതോടുകൂടിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മാറി കിട്ടി. ഈ ഒരു പ്രശ്നം മാറി കിട്ടി. പനാമ കനാൽ വന്നതോടുകൂടി ഭയങ്കര ഈസി ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാഫിക്. ആദ്യം നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത് ഷട്ട്ലാൻഡ് ഐലൻഡ്സാ. അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ക്രോസ് ചെയ്യുന്നത് ഷട്ട്ലാൻഡ് ഐലൻഡ്സ്. അത് കഴിഞ്ഞിട്ടാണ് അന്റാർട്ടിക് പെനിൻസുല വരുന്നത്. കുഷ്വായിന്ന് ഷട്ട്ലാൻഡ് ഐലൻഡിലേക്ക് ഏകദേശം 600 കിലോമീറ്ററിനുള്ളത്. ഈ 600 കിലോമീറ്ററാണ് ഈ ഡ്രേക്ക് പാസേജ് വരുന്നത്. 600 കിലോമീറ്ററിന് ഒരു 500 കിലോമീറ്റർ പിടിച്ചു അതിന്റെ മെയിൻ ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ക്രോസ് ചെയ്തിട്ട് ഷട്ട്ലാൻഡ് ഐലൻഡ് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് പെൻഗ്വിനെ കാണാം, തിമിംഗലത്തിനെ കാണാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു കടൽ കടന്നിട്ട് വേണം നമുക്ക് അന്റാർട്ടിക്കയിലേക്ക് പോകണമെങ്കിൽ. ഈ ഷട്ട്ലാൻഡ് ഐലൻഡ്സിൽ നിന്ന് ആകെ 120 കിലോമീറ്ററോ സംതിങ് ഉള്ളൂ ശരിക്കും അന്റാർട്ടിക് പെനിൻസുലയിലേക്ക്. അപ്പോൾ ഈ ഡ്രേക്ക് പാസേജ് എങ്ങനെയും കടന്നു കിട്ടണം. ഇന്നലെ രാത്രി മുതൽ നമ്മൾ പാസേജ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യാത്രയുടെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള രൂപം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ ഈ കടൽ കണ്ടപ്പോൾ എനിക്ക് അത് പറയാനുള്ള ആവേശം വന്നേട്ടാ. അപ്പോൾ നമ്മൾ ഇവരുടെ റൂം ഒന്നുകൂടിയും കാണാട്ടാ. അപ്പോൾ നമ്മുടെ റൂം, വാട്ട് ഈസ് ദിസ് ടോയ്ലറ്റ് റൈറ്റ്? No, it's for the other room. Other room? Yes. Okay, maybe we can take 2 room like that. Yes. Okay. നമ്മുടെ റൂമിനേക്കാളും സ്വല്പം കൂടി വലിപ്പമുണ്ട്. Big family, you take 2 rooms and you open the door. ഓ നമ്മൾ 4 പേരൊക്കെ ആയിട്ട് വരാം. താങ്ക് യു ബോസ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ചേട്ടന്മാരെ കണ്ടപ്പോൾ നമുക്ക് റൂം തുറന്നേരം കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കയറിയിട്ടാണ്. അപ്പോൾ 7ാമത്തെ നിലയിലേക്ക് പോയിട്ട് നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് പറയണ്ടേ. നമ്മുടെ കപ്പൽ അന്റാർട്ടിക്കയിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉഷ്വായെന്ന് വണ്ടി എടുത്തിട്ട് എവിടെ എത്തി, ഏത് കടലിൻ്റെ ഡ്രേക്ക് പാസേജ് അവിടെ വരെ ക്രോസ് ചെയ്ത് നമുക്കറിയണ്ടേ. അപ്പോൾ നമുക്ക് 7ാം നിലയിൽ പോയിട്ട് അത് നോക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. ഏട്ടാ നമ്മുടെ ഒബ്സർവേഷൻ ലോഞ്ചിലാണ് നമ്മുടെ വഴി കാണിച്ചു തരണം കേട്ടോ. നമ്മൾ എവിടെ എത്തി എന്നൊക്കെ സംഭവം കാണിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് സൈഡ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. ഹലോ, ഫൈൻ പോകണം കേട്ടോ. നമ്മുടെ ഒരു സൈഡിലേക്ക് നീങ്ങി പോണ്. വേറെ കാര്യം ഇവിടെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിനിമ കാണുന്നുണ്ട്, കുറേ അമ്മച്ചിമാർ ഇവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തിയത് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ വരുത്താം. നമ്മൾ അന്റാർട്ടിക്ക യാത്ര ഉഷ്വായെന്ന് തിരിഞ്ഞിട്ട് യാത്ര തുടങ്ങിയിട്ട് നമ്മൾ കണ്ട ആ സൂര്യനൊന്ന് മാറ്റി നിർത്തി വേണ്ട. നമ്മൾ ഉഷ്വായെന്ന് തിരിച്ചതിന് സൗത്ത് അമേരിക്ക കേട്ടോ. സൗത്ത് അമേരിക്കയുടെ മാപ്പിൽ നമ്മൾ സൗത്ത് അമേരിക്ക ലാസ്റ്റ് ഭാഗം കാണുന്നത്. നമ്മൾ ഉഷ്വായെന്ന് കപ്പലെടുത്ത് നമ്മളിത് ഡ്രേക്ക് പാസേജ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഷട്ട്ലാൻഡ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഭാഗം കഴിഞ്ഞു അരയിലേക്ക് എത്തണമല്ലോ കേട്ടോ നമ്മുടെ കപ്പൽ. അപ്പോൾ ഡ്രേക്ക് പാസേജിന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അറ്റ്ലാന്റിക് സമുദ്രം, ഇത് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിൻ്റെ ഈസ്റ്റ് സൈഡും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വെസ്റ്റ് സൈഡും ഇത് ആകെ കൂടി ക്രോസ് ചെയ്യണത് ഈ ഒരു സൈഡിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കടലും അറ്റ്ലാന്റിക്കും പസഫിക്കിൻ്റെയും ഫുൾ പവർ നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവർ ക്രോസ് ചെയ്യണത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ യാത്രയിൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഒരു ദിവസം കൂടി പിടിക്കും നമ്മൾ ഏകദേശം ഇവിടേക്ക് എത്താനായിട്ട്. ഏകദേശം ഇവിടേക്ക് എത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ കുറയും, അല്ലെങ്കിൽ കടൽ ശാന്താവുമെന്നാണ് ഒരു ക്യാപ്റ്റൻ പറഞ്ഞത്. ഈ ഒരു സൈഡ് എങ്ങനെയെങ്കിലും ഒന്ന് ക്രോസ് ചെയ്ത് കിട്ടണം. രാവിലെ നമ്മൾ എൻ്റർ ചെയ്തു. നമ്മൾ കേപ്പ് ഹോൺ വരുന്നത് ഏകദേശം ഈ ഒരു സൈഡിലാണ് കേപ്പ് ഹോൺ വരുന്നത്. അമേരിക്കയുടെ ഏറ്റവും അടിഭാഗം വരുന്നത് കേപ്പ് ഹോൺ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നമ്മുടെ കപ്പലെടുത്ത് നമ്മളുടെ ഷട്ട്ലാൻഡ് ഐലൻഡുകളിലേക്ക് ഹെഡ് ചെയ്യണം. അപ്പോൾ ഈ ഹെഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രഷർ ഇവിടെ നിന്ന് ഇത്രയ്ക്കും വലിയൊരു സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പവർ നിങ്ങൾക്കറിയാം. ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പവറും ഈ പസഫിക് സമുദ്രത്തിൻ്റെ പവറും കൂടി ഒന്നിക്കണ ഒരു ഏരിയയാണ് ഡ്രേക്ക് പാസേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടിയാണ് നമ്മുടെ കപ്പലിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാളെയൊക്കെ എത്തുമ്പോൾ നമ്മളിവിടെ എത്തുന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് നാളെ ഈവനിങ്ങോട് കൂടിയിട്ടുണ്ടല്ല നമ്മൾ അന്റാർട്ടിക്കട പറയുമ്പോൾ അവിടെ എത്തണം. ഈ ഗ്രേക്ക് പാസേജ് എങ്ങനെയും ഒന്ന് ക്രോസ് ചെയ്തിട്ട് പവറാക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ ഷിപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമുക്കൊരു ചായ കുടിച്ചിട്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു എനർജി കിട്ടില്ല. പിന്നെ നമ്മുടെ കപ്പലിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് ഇവിടുന്ന് അടിക്കണണ്ട, ഇവിടേക്ക് നമുക്ക് പോകാൻ വേണ്ട. അടി വരണണ്ട. ആൾക്കാരൊക്കെ
സിക്നെസ് വെച്ചൊക്കെ എടുക്കാം കേട്ടോ. എല്ലാവർക്കും തലവേനയും സംഭവങ്ങളൊക്കെയാണ്. രാവിലെ നിങ്ങൾ കാണണം. എന്തെന്നാ പറയുക, എൻ്റെ റൂമിലത്തെ പയ്യനൊക്കെ ഉണ്ടല്ലോ ഛർദ്ദിച്ചിട്ട് ഒരു വിധമായി. എനിക്ക് ഒരു തവണ കിട്ടിയിട്ടുണ്ട് ഈ സാധനം. അത് കാരണം ഞാൻ കപ്പലിലുള്ളപ്പോൾ എനിക്കൊരു തവണ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അടിച്ചോട്ടെ മോനെ. നമ്മുടെ കടൽ എത്രത്തോളം റഫാന്ന്, ഇത് വലിയ റഫ് എന്ന് പറയില്ല, രാവിലത്തെ റഫായിരുന്നു റഫ് കേട്ടോ. എന്നാലും നല്ല അടി അടിക്കുന്നുണ്ട്. നമുക്ക് പിടിച്ചിട്ട് വേണം പോണെങ്കിൽ ചിലപ്പോൾ ഇതിൽ മെയിൻ ഡ്രോപ്പ് വരെ സംഭവിക്കാം. നല്ല വേവ് വരുമ്പോൾ ശരിക്കും ഈ സമയത്ത് ഒരു റെഡ് സിഗ്നൽ കൊടുത്തിട്ടില്ല. റെഡ് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നടക്കാൻ പാടില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കൂട്ടാം. നമ്മുടെ അവിടേക്ക് ഈ സമയത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ റഫ് കടലിൽ അടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. എന്നിരുന്നാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കടലൊന്ന് ശാന്തമാകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് കുടുംബസ്മോൻ്റെ വിഷ്വൽ എടുക്കണുണ്ടോ. നമ്മൾ അന്റാർട്ടിക്ക അടിക്കുന്നതോട് കൂടിയിട്ട് ഇവിടെ പെൻഗ്വിൻസും ഇവിടെ ഡോൾഫിൻസും സംഭവങ്ങളൊക്കെ തിമിംഗലൊക്കെ കിടന്ന് ചാടി മറക്കണം നമുക്ക് കാണാം. അപ്പോൾ ആ കാഴ്ചകൾക്ക് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഷിപ്പിലൂടെ കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാറ്റാട്ടോ. അന്റാർട്ടിക്ക ലക്ഷ്യമാക്കിയുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എക്സൈറ്റ്മെന്റ് നമുക്ക് കൂടി വരാട്ടോ. എങ്ങനെയല്ല ഉള്ളിൽ കയറാം. തണുപ്പ് കൂടി പോയി നമ്മൾ കുട്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂട്ടോ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ലക്ഷറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാന വാക്കട്ടോ. ക്വീൻ മേരി പോലത്തെ വലിയ കപ്പലുകൾക്ക് പിന്നെ ലക്ഷറി കൂടൂട്ടാ. ഇത് ഇവരെ വേഗനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ലക്ഷറിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യണത് ആദ്യമായിട്ടാട്ടാ. അതുപോലെ നമുക്കിവിടെ ലഞ്ച് ഇവിടെ ഇരുന്ന് കഴിക്കാം, അടിയിൽ പോയിട്ടും കഴിക്കാം. ഇവിടെയും എല്ലാ ഡിഷുകളുണ്ട്. ഇത് കക്ക, നമ്മൾ നേരത്തെ കണ്ട ഡിഷുകളൊക്കെ ഇവിടെയും ഉണ്ട്. പക്ഷെ റൈസ് ചില സംഭവങ്ങളില്ല കേട്ടോ. അടിയിൽ തിരക്ക് കൂടുമ്പോൾ ശരിക്കും ആൾക്കാർക്ക് ഇവിടെ നിന്ന് കഴിക്കാം. എന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കും. വായനത് പുക പോയി തുടങ്ങിയിട്ടാ. തണുത്തിട്ട് വിറക്കില്ല. തണുത്ത് വിറക്കി ചിലപ്പോൾ നമ്മൾ. അപ്പോൾ നമുക്ക് ഇനി 7ാമത്തെ നില കഴിഞ്ഞ് 8ാമത്തെ നിലയ്ക്ക് പോകാം. ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ 8ാമത്തെ നില സോനാബാദ് സ്വിമ്മിംഗ് പൂള്. ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, പക്ഷെ വേറെ സ്വിമ്മിംഗ് പൂള് കാണിച്ചു തരാം. 8ലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം സ്പായും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കോഴ്സ് അങ്ങോട്ട് കൊടുക്കണ. അപ്പോൾ നമ്മൾ 8ലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ജിമ്മാണ് കേട്ടോ. ജിം സോന ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് റൂം സോനാബാത്ത് നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഇതിലവിടെ കിടന്നു കഴിഞ്ഞാൽ സോനാബാത്തിൻ്റെ ഏരിയയായി. നമുക്ക് വേണമെങ്കിൽ സോനാഭാഗത്തൊക്കെ ചെയ്ത് ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും യാത്രയിൽ നാളെ കഴിഞ്ഞുള്ള ദിവസം സോന ചെയ്യാം കേട്ടോ. ലോക്കടാ, ഓപ്പൺ അല്ല കേട്ടോ. അത് കാരണം ആൾക്കാരിലെത്തേണ്ട. എൻ്റെ ഉള്ളിലിരുന്ന് കടൽ നോക്കിയിരുന്ന് സോനാഭാഗത്ത് ചെയ്യാം. ഇതിലവിടെ കിടന്നു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിരിക്കുകയാണ്. ഫുള്ള് ഹോട്ട് വാട്ടറിൽ നമുക്ക് കുളിക്കാം. സോനാഭാഗത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് നേതി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കണ്ട. അതൊക്കെ നടക്കട്ടെ. സോനാഭാഗത്ത് കഴിഞ്ഞാൽ ഇവിടെ കുളിക്കാനുള്ള സൗകര്യം. സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വന്ന് അതിൻ്റെതായ സമയത്ത് വന്ന് സോനാഭാഗത്ത് ചെയ്യാം. പിന്നെ അടുത്താണ് ജിം കേട്ടോ. ഹലോ, യോഗ പ്രാക്ടീസിങ്ങും ജിമ്മും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സൈക്കിൾ ചെയ്യാം, സൈക്കിൾ ചെയ്യാം, കാലിനടിക്കാം. എല്ലാവിധ ആധുനിക സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അമ്മാമയ്ക്ക് മിനിമം 70 കേട്ടോ. അതാർത്ത രസം. 70 വയസ്സ് വരെ അമ്മാമ്മ ജിമ്മിൽ കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഓടണ ആൾക്കാർക്ക് ഓടാം. ഇപ്പോൾ ഓടാൻ പാടില്ല. ഇപ്പോൾ ഓടി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കേട്ടോ. ഇവിടെ ഫുള്ള് യോഗയുടെ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ട്രെച്ചിങ് ഫുള്ള് നടക്കുന്നുണ്ട്. അപ്പോൾ ജിമ്മ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കടൽ കണ്ടുകൊണ്ട് ഡ്രേക്ക് പാസേജ് കണ്ടുകൊണ്ട് നമുക്ക് ജിമ്മ് ചെയ്യാം കേട്ടോ. മിനിമം 70 കേട്ടോ. അടുത്ത ദിവസം മിനിമം 70 വയസ്സായ അമ്മമ്മയൊക്കെ എക്സസൈസ് ആണെങ്കിൽ നമുക്ക് പൊതിയാവാം. നമ്മുടെ ബോഡി എത്ര വീക്കാന്ന് നമ്മളപ്പോൾ മനസ്സിലാവും. ഇത് കഴിഞ്ഞ സാധനപ്പം ഒരു പിടുത്തം പൊട്ടിക്കിട്ടാ. ഈ ജിമ്മ് കാണുമ്പോഴും നല്ല ബോഡിയിലെ ആൾക്കാർ കാണുമ്പോൾ മാത്രം ചിന്ത വരുന്ന ആ ഒരു ചിന്തയില് അത് മാറ്റി നമ്മുടെ ആരോഗ്യപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയം കഴിഞ്ഞു. നമ്മളിപ്പോൾ യൂട്യൂബിലേക്ക് വന്നിട്ട് നമ്മുടെ ആരോഗ്യം ഇപ്പോൾ 20 കിലോ കൂടിയിരിക്കുക. യൂട്യൂബിൽ വന്നിട്ട്
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ബ്രേക്കും സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഫിസിക്കലി നമ്മൾ ഇത്തിരി കൂടി ഫിറ്റ് ആക്കാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വഴി അതിനെ പറ്റി പറയാം കേട്ടോ. എപ്പോഴും പ്ലാനിങ് നടക്കാറില്ല, പക്ഷേ ഈ തവണ സാൻഡപ്പ് നടത്തിയിട്ട് വരല്ലോ. അപ്പോൾ നമുക്കിനി ലഞ്ച് കഴിക്കാൻ പോയാലോ? അപ്പോൾ നമുക്കിനി ലഞ്ച് കഴിക്കാം. നമുക്ക് 9th ഫ്ലോർ നമുക്ക് നമ്മുടെ ബ്രിഡ്ജാണ്. ബ്രിഡ്ജിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ലഞ്ച് കഴിച്ച് നമുക്ക് ബ്രിഡ്ജിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. എല്ലാവരും ഈ സീ സൈഡിൽ നിന്നിട്ടാണ് ലഞ്ച് കഴിക്കണേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോഴ്സായിട്ട് നമ്മൾ കുറച്ച് കക്ക എടുത്തിട്ടുണ്ട്, വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, സലാഡ് എടുത്തിട്ടുണ്ട്, സോസേജ് എടുത്തിട്ടുണ്ട്, ഉണക്കമീൻ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പ്യൂൺസും ഡ്രൈ ഫ്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മെയിൻ കോഴ്സിലേക്ക് കിടക്കാനായിട്ട്. വെറൈറ്റി ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കക്കാട്ടാ, കക്കയും സോസും കൂടി അടിക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസ് വന്നിട്ടുണ്ട്. പറയുമ്പോൾ ജ്യൂസ്, പറയുമ്പോൾ ഫുഡ്. ശരീരം നമ്മൾ ആലോചിച്ചിട്ട് വേണം കഴിക്കണമെങ്കിൽ സാധനപ്പാ. നമ്മുടെ ഫുഡ് എടുത്തു, കുറച്ച് റൈസ് എടുത്തു, ബീഫ് കീം എടുത്തു, ചിക്കൻ നഗറ്റ്സ് ആട്ടോ. ഞാൻ ഫിഷാന്ന് വിചാരിച്ചാൽ. പിന്നെ ഫിഷ് നമ്മൾ ഗ്രില്ല് ചെയ്ത് കുറച്ചെടുത്തു. പിന്നെ കുറച്ച് സലാഡും സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മുടെ മെയിൻ കോഴ്സ് ഫിനിഷ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴാണ് എക്സ്പെഡിഷൻ മാസ്റ്റർ ആയിട്ടുള്ള ആന്റണി സാറിൻ്റെ ഒരു വിളി വരുന്നത്. അടുത്ത യാത്രകൾ എക്സ്പെഡിഷൻ താല്പര്യമുള്ള ആൾക്കാർക്കുള്ള ഒരു ക്ലാസ് എടുക്കാനായിട്ട് പുള്ളിക്കാരൻ നമ്മളെ ക്ഷണിച്ചു. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് പോളും സൗത്ത് പോളും കവർ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസും നമ്മുടെ ഇനിയുള്ള യാത്രകൾ എങ്ങനെ ചെയ്യണം, പോളാർ എക്സ്പെഡിഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ബ്രീഫിംഗ് ആയിരുന്നു പുള്ളിക്കാരൻ തന്നത്. എന്തായാലും നമ്മളെന്ന യാത്രികനെ ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാനെന്ന് ഓർമ്മിപ്പിക്കലും കൂടിയാണ് ആന്റണി സാറിൻ്റെ ഈ ക്ലാസ്. എല്ലാവരും അത് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ആകെ വരിന്ന് പോയിട്ടിരിക്കണേടാ, ഒരു രക്ഷയില്ല. തലവേന അടിച്ചിട്ട് സീ ഇങ്ങനെ റഫായി കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത്തിരി ശാന്തമായിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഒരു 2 മണിക്കൂറോ നല്ല റഫായിരുന്നു. നേരത്തെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, ചായ കുടിച്ചു, വെള്ളം കുടിച്ചു, ഇങ്ങനെ നിൽക്കണം. നമ്മൾ മൂവ് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്കൊന്നും മൂവ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നു. നല്ല റഫ് അടിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡ്രേക്ക് പാസേജ് എങ്ങനെയാണ് ക്രോസ് ചെയ്യണം, നാളെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്, നാളെ ക്രോസ് ചെയ്യുള്ളൂ എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. നമുക്കൊരു 24-25 മണിക്കൂർ കൊണ്ടും ഉണ്ട് ഞാൻ അന്റാർട്ടിക്കയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. സീ ഭയങ്കര റഫായിട്ട്, കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ്. പക്ഷേ ആ സാഹചര്യത്തിലും നമ്മൾ തളർന്നു പോകാൻ പാടില്ലല്ലോ. നമ്മൾ ഉറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്ക് സാൻഡപ്പ എന്നിട്ട് ഉറങ്ങണമെന്ന് വിചാരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല, തലവേനടിച്ചിട്ട് രക്ഷയില്ല. എന്തായാലും ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ പോകണം കേട്ടോ. വലിയ കപ്പലുകളൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ വയസ്സായ ആൾക്കാരാണ് നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കപ്പലുകൾ എടുക്കണമെന്ന് നല്ലതെന്ന് നമ്മൾ പറയും. ഇതിപ്പോൾ നമ്മൾ എക്സ്പെഡിഷൻ യാത്ര ചെയ്യാൻ നമുക്ക് ഇത് എടുക്കാണ്ട് വേറെ വഴിയില്ല. ജസ്റ്റ് അന്റാർട്ടിക്ക കാണുന്ന ലക്ഷ്യമായി മാത്രം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കപ്പലുകൾ യാത്ര ചെയ്യണം നല്ലത്. അല്ലെങ്കിൽ പപ്പട പരിപാടി. ഈ ഡ്രേക്ക് പാസേജ് ക്രോസ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. എല്ലാതും ക്ലോസ് ചെയ്തിരിക്കുക, ബാഡ് വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ റൂമിൽ പോയിരിക്കാം. കുറച്ച് നേരം അടിയിലേക്ക് ഇറങ്ങുന്നവരും നമുക്ക് സീ സിക്നസിനുള്ള ചാൻസ് കുറയും. നമ്മൾ ഇത്ര നേരം 7th ഫ്ലോറിൽ ഇറങ്ങും. ഇനി 4th ഫ്ലോറിൽ നമ്മുടെ റൂമിൽ കുറച്ച് നേരം പോയി. നമ്മുടെ ഉള്ള കൂടിയുള്ള ആള് ഭയങ്കര വോമിറ്റിംഗ് ആണേ. അപ്പോൾ നമ്മളവിടെ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ പതുക്കെ വോമിറ്റ് ചെയ്ത് തുടങ്ങും. അത് കാരണം ഞാൻ റൂമിൽ പോകാനായിട്ട് മടിക്കണം. അതുകൊണ്ടാണ്